മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തരകർമ്മ്യ ആത്മീയതയുടെ 14ാമത്തെ സെഷനിലേക്കാണല്ലോ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഒന്നാം സദനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന 2ാമത്തെ അധ്യായം നമ്മൾ കഴിഞ്ഞ സെഷനിൽ കുറച്ച് അതിൻ്റെ 1ാമത്തെ ഖണ്ഡിക നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. പാപം ആത്മാവിൽ വരുത്തുന്ന തിന്മ എന്തുമാത്രമാണ്, വൈരൂപ്യം എന്തുമാത്രമാണ് എന്ന മദ്രേശ പങ്കുവെക്ക് നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കി നമുക്ക് 2ാമത്തെ ഖണ്ഡികയിലേക്ക് വരാം. മാരകമായ പാപം ചെയ്യുന്ന ആത്മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് തിരുമനസ്സായ ഒരാളിനെ എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തിൻ്റെ വിവർത്തകർ പ്രസാധകർ അടിക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. പുണ്യവതി സ്വന്തം അനുഭവം തന്നെയാണ് ഇവിടെ പറയുന്നത്. അമ്മ ത്രേസ്യായുടെ ജീവിതത്തിൽ നമ്മൾ നടന്നു പോയിട്ടുണ്ട്. 41ാമത്തെ വയസ്സിൽ അമ്മ ത്രേസ്യ നവീകരണത്തിൻ്റെ തീക്ഷ്ണത കൊണ്ട് ജ്വലിച്ച് ഈ ഒരു പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുമ്പ് 21 വയസ്സ് വരെ ലോകരീതിയിൽ ലോകത്ത് ജീവിച്ചു. ആ നാളുകളിലെ കൗമാരപ്രായത്തിലൊക്കെ വരുമ്പോൾ ചരിത്രകാരന്മാർ പറയുന്നത് കാണാൻ പറ്റും. ഒത്തിരി ലൗകിക താല്പര്യങ്ങൾ അമ്മ ത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നത്. അമ്മ ത്രേസ്യയുടെ അമ്മ വളരെ ഒരു ലോകരീതിയിൽ ജീവിക്കാൻ ആവേശം കൊണ്ടിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പന് വലിയ ആത്മീയചട്ടയുള്ള വ്യക്തിയായിരുന്നു എങ്കിൽ പോലും അപ്പം അമ്മയിൽ നിന്ന് കിട്ടിയതായ ആ ലോക ശൈലികൾ അമ്മ ത്രേസ്യയുടെ കൗമാരത്തിലും യുവത്വത്തിൻ്റെ ആദ്യ നാളുകളിലൊക്കെ ഒത്തിരി സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞ് ഇങ്ങനെ ചെത്തി നടക്കുക, ആൺകുട്ടികളുടെ കൂടെ ആയിരിക്കുക, അങ്ങനെ ആഘോഷങ്ങൾ, വിനോദങ്ങൾ, വഴക്കടിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമ്മ ത്രേസ്യയുടെ ജീവിതത്തിൽ ആ കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്നിരുന്നത് എന്ന് ചില ജീവചരിത്രന്മാർ പങ്കുവെക്കുന്നുണ്ട്. എന്നുവെച്ചാൽ തിന്മയിൽ അടുക്കലെല്ലാം പോയെന്നല്ല, അങ്ങനെ പോയിട്ടില്ല, പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രവണതയുണ്ടായിരുന്നു. അതേക്കുറിച്ച് അമ്മ ത്രേസ്യ പറയുന്നത്, ഈ പാപത്തിൻ്റെ കൂരിരുട്ട് വല്ലാതെ എൻ്റെ ജീവിതത്തിൽ കടന്നു കയറിയതിൻ്റെ അനുഭവം എനിക്കുണ്ട്. അമ്മ ത്രേസ്യ അതിൻ്റെ എളിമ കൊണ്ടങ്ങ് തുറന്നു പറയുന്നത്. അഗസ്തീനോസ് നമുക്കറിയാം, തൻ്റെ ജീവിതത്തിലെ തിന്മകളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് കുമ്പസാരം, കൺഫെഷൻസ് എന്നൊരു പുസ്തകം തന്നെ മെത്രാനായതിനു ശേഷം അദ്ദേഹം പരസ്യമായിട്ട് എഴുതി. അങ്ങനെ വിശുദ്ധിയുടെ ഉയരങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾ, ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകുന്ന വ്യക്തികൾ തങ്ങളുടെ ജീവിതത്തെ എന്തുമാത്രം എളിമയോടുകൂടെ പങ്കുവെക്കാനും തുറന്നു കാണിക്കാൻ തയ്യാറാണ് എന്നുള്ളതിൻ്റെ മനോഹരമായ ഉദാഹരണം ഇവിടെ അമ്മ ത്രേസ്യ കാണുകയാണ്. മഠത്തിൽ വന്നതിന് ശേഷം പോലും 21ാമത്തെ വയസ്സ് 40ാം വയസ്സ് വരെയുള്ള സന്യാസ ജീവിതകാലം അമ്മ ത്രേസ്യ ഒരിക്കലും സന്തോഷമായിരുന്നില്ല. കാരണം ലൗകിക രീതികളും ആർഭാടങ്ങളും ഒക്കെ ആയിട്ടൊരു മന്ദിഭവിച്ച ആത്മീയതയാണ് അന്നുണ്ടായിരുന്ന അമ്മ ത്രേസ്യ പറയുന്നുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് അമ്മ ത്രേസ്യ ഇപ്പോൾ ഇവിടെ പറയുന്നത്, മാരകമായ പാപം ചെയ്യുന്ന ആത്മാവിൻ്റെ സ്ഥിതി എന്താണെന്ന് കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കർത്താവ് തിരുമനസ്സായ ഒരാളിനെ എനിക്കറിയാം, അത് താൻ തന്നെയാണ്. ഇത് ഗ്രഹിച്ചിരുന്നെങ്കിൽ ആരും പാപം ചെയ്യുകയില്ലെന്നും പാപകരമായ സന്ദർഭങ്ങളിൽ നിന്നൊഴിയുവാൻ നേരിടേണ്ടി വരുന്ന കഷ്ടതകളെല്ലാം സകലരും സഹിക്കുമെന്നും മേൽ പറഞ്ഞയാൾ പ്രസ്താവിക്കുന്നു. പാപത്തിൻ്റെ നിസ്സാരമായ സാഹചര്യം പോലും അനുവദിക്കാൻ ഉണ്ടാകാനിട വരാതിരിക്കത്തക്കവണ്ണം ജാഗ്രതയെടുത്ത് ശ്രദ്ധയെടുക്കുമായിരുന്നു ഓരോ വ്യക്തിയും ഈ മാരകഭാവം വരുത്തുന്ന തിന്മ എന്നത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. നമുക്ക് പറയുകയാണ്, എല്ലാവരും ഇത് ഗ്രഹിക്കണമെന്ന് അവൾ അതിയായി ആഗ്രഹിക്കുന്നു. നിങ്ങൾക്കും പ്രിയപുത്രിമാരെ അങ്ങനൊരു ആഗ്രഹം ഉണ്ടായിരിക്കട്ടെ. മാരകപാപത്തിൽ ഉൾപ്പെട്ട് തങ്ങളെയും സമസ്ത സൽകൃത്യങ്ങളെയും അന്ധകാരമയമാക്കി തീർക്കുന്നവർക്ക് വേണ്ടി ദൈവത്തോട് നിങ്ങൾ ഇരന്നപേക്ഷിക്കുവിൻ. അതുകൊണ്ട് ഈ ഒരു അവബോധം കിട്ടാതെ പാപത്തിൻ്റെ വഴിയിലൂടെ പോയിട്ട് ആത്മാവിനെ അഴുക്ക് പിടിച്ച് ഇരുട്ട് നിറഞ്ഞതാക്കി തീർത്തുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ദൈവത്തിൻ്റെ പക്കൽ ഇരന്നപേക്ഷിക്കുന്നു പറയുകയാണ്. നിർമ്മലമായ ഉറവയിൽ നിന്ന് പുറപ്പെടുന്ന നീർച്ചാലുകളെല്ലാം ആ ഉറവ പോലെ തന്നെ തെളിഞ്ഞതായിരിക്കുമല്ലോ. വരപ്രസാദത്തിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തികൾ ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായിരിക്കും. പ്രസാദവരാവസ്ഥ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ സംസാരവും പെരുമാറ്റവും പ്രവൃത്തികളും എല്ലാം പ്രസാദപരം നിറഞ്ഞതായിരിക്കും. കാരണം പരിശുദ്ധാത്മാവ് നിറഞ്ഞ അവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയിൽ നിന്ന് പുറത്തു വരുന്ന വാക്കുകളും പെരുമാറ്റവും പ്രവൃത്തികളും എല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുടെ സമൃദ്ധിയുള്ളതായിരിക്കും. സ്നേഹത്തിൻ്റെ നിറവ്, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, സൗമ്യത, ആത്മസംയമനം, ഇങ്ങനെയുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെല്ലാ വ്യക്തിയുടെ സകല മേഖലകളിലും വ്യക്തമായിരിക്കും. അത് അനുഭവമായിരിക്കും ആൾക്കാർക്ക്. അത് തന്നെയാണ് അമ്മ ത്രേസ്യ അവതരിപ്പിക്കുന്നത്. നല്ല തെളിഞ്ഞ നിർമ്മലമായ ഉറവയിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു നീർച്ചാല്, ആ നീർച്ചാലിലെ വെള്ളം ആ ഉറവ പോലെ തന്നെ തെളിഞ്ഞതായിരിക്കും എന്ന് പറഞ്ഞിരിക്കുകയാണ്. വരപ്രസാദത്തിൽ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ പ്രവൃത്തികൾ
ദൈവത്തിനും മനുഷ്യർക്കും പ്രീതികരമായിരിക്കും. കാരണം അവ പുറപ്പെടുന്ന ജീവൻ്റെ ഉറവയിൽ നിന്നാണ്. അതിൽ വളരുന്ന വൃക്ഷം പോലെയാണ് ആത്മാവിൻ്റെ നിലപാട്. സങ്കീർത്തനം 1:3 നല്ല ആറ്റരികെ നീർച്ചാലിനരികെ നടപ്പെട്ട വൃക്ഷം, അതിനെ പറ്റി അതാണ് സൂചന. അത് ഉറവ അതിനെ പരിപോഷിപ്പിക്കുകയും വരൾച്ചയിൽ നിന്ന് സംരക്ഷിക്കുകയും ഫലപുഷ്ടമാക്കുകയും ചെയ്യുന്നു. അല്ലാത്ത പക്ഷം ശീതള ഛായ നൽകത്തക്ക കൊഴുത്ത ശാഖകളും പഴുത്ത ഫലങ്ങളും പ്രദാനം ചെയ്യാൻ അത് അപര്യാപ്തമാകുമായിരുന്നു. ആത്മാവ് സ്വ അപരാധത്താൽ ആ ഉറവയെ വെടിഞ്ഞ് ദുഷിച്ച് ദുർഗന്ധം വമിക്കുന്ന വെള്ളമുള്ള വേറൊരു ഉറവയിൽ സ്ഥലം പിടിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ദുഷ്കൃത്യങ്ങൾ ദുരിതവുമായിരിക്കും. അമ്മത്രേസ്യ ഉദാഹരണം വെച്ചുകൊണ്ട് പാപത്തിലേക്ക് പോകുന്ന ആത്മാവിന് വരുന്ന നഷ്ടത്തെപ്പറ്റി അവതരിപ്പിക്കാൻ നോക്കുകയാണ്. ഉറവയുടെ ഉദാഹരണം ഇവിടെ അമ്മത്രേസ്യ ഉപയോഗിക്കുന്നത്. ജെറമ്യയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം 13-ാം വാക്യത്തിൽ ജീവജലത്തിൻ്റെ ഉറവ, അങ്ങനെ നല്ല ശുദ്ധജലമുള്ള കിണറിനെ ഉപേക്ഷിച്ചിട്ട് പൊട്ടക്കിണർ കുഴിച്ചു വെള്ളമില്ലാത്ത പൊട്ടക്കിണറിൻ്റെ പക്കൽ പോയി നിങ്ങൾ നിൽക്കുന്നുവെന്ന് ജെറമ്യ വഴി ഇസ്രായേലിനോട് ദൈവം പറയുന്ന നൊമ്പരം. ആ നൊമ്പരം ഇവിടെ അമദസയുടെ ഈ ഒരു വാക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല ഉറവ, ആ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം മുഴുവനും അതുപോലെ ശുദ്ധമുള്ളതായിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടി ചിന്തിക്കാനായിട്ട് പറ്റും, നല്ലൊരു ഉറവ, പക്ഷേ ആ ഉറവയിൽ നിന്ന് നല്ല വെള്ളം വരുന്നു. പക്ഷേ തൊട്ടിപ്പുറത്ത് ആ ഉറവ ഒഴുകി തോടായിട്ട് മാറി നീങ്ങുന്നിടത്ത് ആ തോട്ടിൽ എന്തെങ്കിലും ഒരു മൃഗം ചത്ത് ചീഞ്ഞ് കിടക്കുന്നു എന്ന് വിചാരിക്കുക വെള്ളത്തിൽ. അങ്ങനെ കിടന്നാൽ ആ ഉറവയിൽ നിന്ന് വരുന്ന വെള്ളം എത്ര ശുദ്ധമായിരുന്നാലും ഈ ചീഞ്ഞ് കിടക്കുന്ന ശവം ആ വെള്ളത്തിൽ കിടക്കുന്നത് കൊണ്ട് അതിന് താഴേക്കുള്ള ആ തോട്ടിലൂടെ ഒഴുകുന്ന നീർച്ചാലിൽ ഒഴുകുന്ന വെള്ളം ദുർഗന്ധം പിടിച്ചതും രോഗ അണുക്കൾ നിറഞ്ഞതുമായിരിക്കും. അത് ഉപയോഗിക്കാൻ കൊള്ളത്തേയില്ല. അങ്ങനെ സംഭവിക്കാം. അപ്പോൾ പാപം വഴി വരുന്ന അവസ്ഥയെപ്പറ്റി അമദ്രസ ഇവിടെ പറഞ്ഞു വരികയാണ്. വീണ്ടും 3-ാമത്തെ ഖണ്ഡിക, ഒരു കാര്യം നാം വിസ്മരിക്കരുത്, അഴകും ശോഭയും ഉറവയ്ക്കോ ആത്മാവിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനോ നഷ്ടപ്പെടുന്നില്ല. പറയണ്ട, മഴക്കാറ് നിറയുമ്പോൾ കയറി കഴിയുമ്പോൾ ആ ഒരു ഭൂപ്രദേശത്ത് സൂര്യപ്രകാശമില്ല, ചൂടില്ല. അല്ലെങ്കിൽ ഒരു പ്രദേശം സൂര്യന് പുറംതിരിയുമ്പോൾ, ഭൂമിയോട്ടം കറങ്ങുമ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ ഇരുട്ടാണ്, കൂരിരുട്ടൻ രാത്രിയാണ് എന്ന് വെച്ചുകൊണ്ട് സൂര്യൻ അവിടെ കെട്ടുപോയെന്ന് അർത്ഥമുണ്ടോ? മഴക്കാറ് നിറഞ്ഞ് ഇവിടെ ഇരുണ്ട് മൂടി കിടക്കുമ്പോൾ സൂര്യൻ അവിടെ ഇരുണ്ടുപോയെന്ന് അർത്ഥമുണ്ടോ? ഇല്ല. സൂര്യൻ ഒരേ ഇതിൽ ശോഭിച്ച് നിൽക്കുകയാണ്. അതവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഉറവയുടെ കാര്യം പറഞ്ഞല്ലോ. ആ ഉറവ ഒഴുകുന്ന നീർച്ചാലിൽ ഒരു ശവം ചീഞ്ഞ് കിടക്കുന്നു. അത് എന്ന് വെച്ചുകൊണ്ട് ഉറവ ചീത്തയായെന്നുണ്ടോ? ഇല്ല. ഉറവയിലെ വെള്ളം ഈ ഒരു ഘട്ടത്തിൽ വെച്ച് ചീത്തയായി മുന്നോട്ട് ഒഴുകുന്നു എന്നർത്ഥമുള്ളൂ. അതാമത്തെ പറയുന്ന ഒരു കാര്യം നാം വിസ്മരിക്കരുത്, അഴകും ശോഭയും ഉറവയ്ക്കോ ആത്മാവിൻ്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യനോ നഷ്ടപ്പെടുന്നില്ല, ആത്മാവ് എത്ര പാപം ചെയ്താലും. മനസ്സിലായോ? ഇവിടെ എത്ര മഴക്കാറ് കയറിയാലും നീർച്ചാലിൽ എത്ര മൃഗങ്ങൾ ചത്ത് കിടന്നാലും ചീഞ്ഞഴിഞ്ഞാലും ഉറവ ശുദ്ധമാണ്. സൂര്യൻ എപ്പോഴും ശോഭിച്ചതിനെ നിൽക്കുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. പ്രസ്തുത ഗുണവിശേഷങ്ങൾ എപ്പോഴും ആത്മാവിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. അവയെ നശിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. വെയിലത്ത് വെച്ച് വീടൊരു ഉദാഹരണം പറയുകയാണ്. വെയിലത്ത് വെച്ചിരിക്കുന്ന കണ്ണാടി കനത്ത കരിമ്പടം കൊണ്ട് മൂടിയാൽ സൂര്യന് പ്രകാശമുണ്ടെങ്കിലും സൂര്യരശ്മികൾ അതിൽ പ്രതിഫലിക്കുകയില്ലെന്ന് വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. ഉദാഹരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇനി വരികയാണ്. ഈശോയെ ഒത്തിരി ഉദാഹരണങ്ങൾ ഉപമകളായിട്ട് ഉപയോഗിച്ചിരുന്നല്ലോ. അപ്പോൾ ഈശോയുടെ ആത്മാവ് പ്രചോദിപ്പിക്കുന്നത് കൊണ്ട് അമ്മ ത്രേസ്യയ്ക്ക് ഉദാഹരണങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കിട്ടുകയാണ്. നമുക്ക് എല്ലാ ഉദാഹരണവും ഒരുപോലെ ചിലപ്പം ഹൃദ്യമായിട്ട് തോന്നിയില്ലെങ്കിൽ പോലും പലർക്ക് വേണ്ടിയിട്ടുള്ള പങ്കുവെക്കലാണിത്. നമുക്ക് ഏതെങ്കിലും ചില ഉദാഹരണങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആ ഒരു ജ്ഞാനത്തിൻ്റെ വ്യക്തത നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പദ്ധതി കെട്ടാനായിട്ട് ഇടവരും. മാരകപാപത്തിലായിരിക്കുന്ന ഒരാത്മാവിന് വരുന്ന വൈരൂപ്യം, നഷ്ടം, അപചയം, ഇരുട്ട്, ജീവനില്ലായ്മ, ദുർഗന്ധം എന്തുമാത്രമാണെന്നാണ് അമത്തെ വ്യക്തമാക്കാൻ നോക്കുന്നത്. നമ്മൾ യോഹന്നാൻ 15 ഈശോ പങ്കുവെക്കുന്ന മുന്തിരിച്ചെടി ശാഖകളും അതിൽ ആ ഒരു ഉദാഹരണം ഓർമ്മിക്കുന്നത് നല്ലതാണ്. മുന്തിരിച്ചെടിയുടെ ശാഖ തായ്തണ്ടിൽ സ്ഥിതി ചെയ്യണമെന്ന് ഈശോ പറയുന്നുണ്ട്. തായ്തണ്ടിൽ സ്ഥിതി ചെയ്യുന്നില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോകും. ചിലപ്പോഴൊക്കെ ചില ശാഖകൾ തായ്തണ്ടിൽ തന്നെ നിന്നിട്ട് ആ ചെടിയിൽ നിന്നുകൊണ്ട് തന്നെ ഉണങ്ങി പോകുന്ന അവസ്ഥ കാണാനായിട്ട് പറ്റും. അതെങ്ങനെ സംഭവിക്കുക? ആ തായ്തണ്ടിലാണ് നിൽക്കുന്നതെങ്കിലും തായ്തണ്ടുമായി ജീവരസം ഒഴുകി വരാൻ പാകത്തിനുള്ള ബന്ധം ഏതോ കാരണത്ത് നഷ്ടപ്പെട്ടു പോകുന്നു. ഒന്നുകിൽ അവിടെ ഒരു കേട് വന്നു, എന്തെങ്കിലും കൃമി വന്ന് കടിച്ച് തുരന്ന് കയറിയിട്ട് അവിടെ കേടുവരുത്തി, അല്ലെങ്കിൽ ഒരു വെട്ടേറ്റു,
അല്ലെങ്കിൽ ഒടിഞ്ഞ് ചതഞ്ഞ് അങ്ങനെ ജീവരസം ഒഴുകി വരികയറാത്ത അവസ്ഥ വന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഉണ്ടാകുന്നത് ആ ശാഖ വാടുന്നു, ഉണങ്ങുന്നു, ഇലകളൊക്കെ പൊഴിയുന്നു. പക്ഷെ നിൽക്കുന്ന എപ്പോഴും ആ തായ്തടി തന്നെയാണ്. ജീവരസം അവിടെ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് കടന്നു വരുന്നില്ല. ഇതിങ്ങനെ വിരൂപമായി പോകും. അങ്ങനെ കുശുത്തു പോകുന്ന മരത്തിൻ്റെ ഉണങ്ങി നിൽക്കുന്ന ശിഖരങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഉണങ്ങി നിൽക്കുന്ന ശിഖരത്തിൽ ജീവനില്ല, തളിർപ്പില്ല, പൂക്കളില്ല, കായകളില്ല. അതിലേക്ക് കൃമികൾ വന്ന് കയറും. ക്ഷുദ്രജീവികൾ തുരന്ന് കയറി അതിനകത്ത് കൂട് കെട്ടും. അത് പൂപ്പിൽ പിടിച്ച് ഉണങ്ങി അങ്ങനെ വല്ലാത്ത അവസ്ഥയിലായി പോകും. അപ്പോൾ ആത്മാവ് പാപം വഴി ദൈവത്തിൽ നിന്നുള്ള പ്രസാദപരം തന്നിലേക്ക് ഒഴുകി വരുന്ന അവസ്ഥ ബ്ലോക്കാകുമ്പോൾ ആ ആത്മാവ് പിന്നെ കുശുത്തു പോകുന്നു. അതിനകത്ത് ഇങ്ങനെ തുരപ്പൻ പ്രാണികളും ഒക്കെ പുഴുകളൊക്കെ കയറുന്ന പോലെ പൈശാചിക അരിവുകൾ കയറി അതിനെ വല്ലാണ്ട് വിരൂപമാക്കുന്നു. അത് ഉണങ്ങി ദ്രവിച്ചു പോകാൻ ഇടവരുത്തുന്നു. അങ്ങനത്തെ ഒരു അപകടത്തിലേക്ക് പോവുകയാണ് എന്ന് അമദ്രേസ്യ പറയുകയാണ്. കുടിവെള്ളം കൊണ്ടുവരുന്ന ഹോസ് നമുക്കറിയാമല്ലോ. ഒരു വലിയ ടാങ്ക് നിറച്ച് വെള്ളമുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളമെടുക്കാനായിട്ട് ഓസ് ഇട്ടിരിക്കുന്നു. പക്ഷേ ഓസ് അശ്രദ്ധമായിട്ട് കൈകാര്യം ചെയ്തപ്പോൾ അതിങ്ങനെ പിരിഞ്ഞ് ചുറ്റിയിട്ട് അതിങ്ങനെ ഒടിഞ്ഞ് മടങ്ങിയിട്ട് അമർന്നിരുന്ന് കഴിഞ്ഞാൽ ഈ ടാങ്കിൽ എന്തുമാത്രം വെള്ളമുണ്ടെങ്കിലും താഴത്തെ അറ്റത്തൊരു വെള്ളം വരികയില്ല, അങ്ങനെ അടഞ്ഞു പോവുകയാണ്. ഞാനൊരു ഉദാഹരണം പെട്ടെന്ന് മനസ്സിൽ പങ്ക് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും പാപം വഴി വരുന്ന അപകടാവസ്ഥ, അപജയത്തിൻ്റെ അവസ്ഥ അമദ്രസ്യ പങ്കുവെക്ക് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കാം. അതുകൊണ്ട് ഇതേക്കുറിച്ച് നന്നായിട്ട് ധ്യാനിക്കാൻ അമദ്രസ്യ പറയുകയാണ്. പാപം വരുത്തി വെക്കുന്നതായ ദുരന്ത നഷ്ടം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും കൂടെ എല്ലാ ആത്മീയ പരിശ്രമങ്ങളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.